ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്റെ പേര് ഡോക്ടർ സെറീൻ. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് വീഡിയോസ് ആണ് അധികവും ചെയ്യാറ്. അപ്പം മലയാളം വീഡിയോസ് ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിച്ച് മെസ്സേജ് വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് മലയാളം വിട്ടൊരു കളിയില്ല, അപ്പൊ മലയാളത്തിലും ഒരു വീഡിയോ ചെയ്യാന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ഗർഭിണികൾക്കുള്ള പാൽ കഷായം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. മലയാളത്തിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ ഇംഗ്ലീഷ് വീഡിയോസ് ആണ് ചെയ്യാറ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ള ഒരു കാരണം നമ്മുടെ മലയാളീസ് മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ്, വേറെ സ്റ്റേറ്റിലുള്ളവരുള്ളത് കൊണ്ട് അവർക്കും കൂടി മനസ്സിലാവണം എന്നുള്ള ഒരു ഇതോടുകൂടി നമ്മൾ ഇംഗ്ലീഷ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇനി മലയാളവും നമ്മൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആരും പരിഭവപ്പെടരുത്. അപ്പൊ നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒബേസിറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒബേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക, എന്ത് കാരണമില്ലാതെ വെയിറ്റ്, അതായത് നമ്മൾ ഒരുപാട് ഡയറ്റ് ചെയ്തു നോക്കി, ഒരുപാട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു, പക്ഷെ സ്റ്റിൽ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, അതാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവെ നമ്മുടെ ബോഡി ഷേമിങ് ഇതൊക്കെ ഒരുപാട് പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പൊ എന്താ ഉണ്ടാവുക, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും. അപ്പൊ അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഒരു തടിയാണ് എന്റെ വിജയം എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. എനിക്ക് അവരെ കുറിച്ച് ഭയങ്കര പ്രൗഡ് ആയിട്ടാണ് തോന്നാറ്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമായി ബാധിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കുറച്ചേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ ആയുർവേദത്തിൽ ഒരുപാട് ഉപാധികളുണ്ട്. അപ്പൊ അത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. അപ്പം ആയുർവേദത്തിൽ എന്തൊക്കെയാ ചെയ്യുക എന്ന് ചോദിക്കും. നമുക്ക് നമ്മളുടെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു മാസമാണ്. അപ്പൊ ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ആ വ്യക്തിയുടെ ഒരുപാട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു 5 കിലോ എങ്കിലും നമുക്ക് ആൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറയുന്നത് ഒരു മാസം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് നമുക്കറിയാലോ എത്രയും കുറയ്ക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ പറയുന്ന ആ ഫോളോ അപ്പും അതേപോലെ നമ്മൾ ചില കഷായം ഒക്കെ കഴിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ കുറെ പേര് ചോദിക്കും കഷായം കഴിക്കേണ്ടി വരും. കഷായം ഉറപ്പായിട്ടും കഴിക്കേണ്ടി വരും. അപ്പം എന്റെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ കഷായം ഒഴിവാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീരെ നമുക്ക് കഷായം ഭയങ്കര കയ്പാണ്, തീരെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർക്ക് നമ്മൾ കഷായത്തിന്റെ അളവ് കുറയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഗുളിക, അതിന്റെ കഷായ ഗുളിക ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും കഷായം ഏതെങ്കിലും രൂപത്തിലെ ഗുളികയാണെങ്കിൽ എന്താണ്, നമുക്ക് വെള്ളം കുടിച്ച് അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഗുളിക രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും ഉള്ളിലേക്ക് ചെല്ലണം എന്നുള്ളതാണ്. നമുക്ക് ഈ കഷായം വളരെ ഗുണകരമാണ്. നമ്മൾ ആ കയ്പൊന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ ആണ് കഷായം ആയുർവേദത്തിൽ. പിന്നെ അതിൻ്റെതായ ചില ഗുളികകളുണ്ട്, ചില എക്സസൈസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം നമുക്ക് വളരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ തന്നെ നമുക്ക് ആൾക്ക് നല്ലൊരു മാറ്റം വരുത്താൻ പറ്റും. പിന്നെ ഡയറ്റിൽ നമ്മൾ കുറെ പേർക്കുള്ള സംശയമാണ് പഥ്യത്തില് നോൺ വെജിറ്റേറിയൻ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഒബേസിറ്റിക്ക് മാത്രം കേട്ടോ, വേറെ ഞാൻ ചില ഡിസീസിനൊന്നും പറയാറില്ല. നിങ്ങൾക്ക് ഇതേപോലെ കഴിക്കാതിരിക്കാം. അതായത് ഇടയ്ക്കൊക്കെ ഒരു കൊതിക്കൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഫ്രൈ ചെയ്തതും അതേപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ ഒഴിവാക്കുക, റെഡ് മീറ്റ് ഒഴിവാക്കുക, പിന്നെ ഡയറി പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് നമ്മൾ വളരെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയാറുള്ളത്. തിരിച്ചെന്താണ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നന്നായി വെള്ളം കുടിക്കുക. നമുക്ക് എന്താണ്, നമ്മുടെ ടോക്സിക് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ മൂത്രത്തിൽ കൂടെയും ബാക്കിയുള്ള മലത്തിൽ കൂടെ ഒക്കെ പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് കുറയ്ക്കുന്നത്. പല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത്രയും ദിവസത്തിനുള്ളിൽ ആള് ഇത്രയും വെയിറ്റ് കുറച്ചു, പക്ഷെ അത് ചിലപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്നില്ല. അതൊരു ഡോക്ടർക്ക് മാത്രമാണ് ആ വ്യക്തിയുടെ ഹെൽത്തി ആയിട്ട് അയാൾ കുറയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ വല്ല ട്രെയിനേഴ്സിനൊക്കെ പറ്റുമായിരിക്കും, അവരത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറുടെ, അതായത് ഞാൻ ഒരുപാട് ഡയറ്റ് ചെയ്തു, ഞാൻ ഒരുപാട് ജിമ്മിൽ പോയി, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, പക്ഷെ എനിക്കൊരു കുറവില്ല, മെഡിസിൻ എടുക്കേണ്ടി വരും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കതില്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിലാണ് നമ്മൾ കൺസൾട്ടേഷൻ ചാർജ് മേടിച്ച് നമുക്ക് ആൾക്ക് തടി കുറച്ച് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആൾക്ക് അതായത് പ്രഗ്നൻസിക്ക്, ഡെലിവറിക്കൊക്കെ ശേഷം ഒരുപാട് തടി വെക്കുക, അതേപോലെ തന്നെ ജെൻസിലും ഇതേപോലെ ഒരുപാട് തടി വെച്ച് ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിക്കുക, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഇത്തിരി മെനക്കെട്ടാലും കുഴപ്പമില്ല. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലിനിക്കിനെ സമീപിക്കാം. നമ്മൾ ഒരു മാസത്തിനുള്ളിൽ നല്ല റിസൾട്ട് ആക്കി കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് മാറും, അതായത് ഇത് വെയിറ്റ് എന്തായാലും എന്റെ കുറയും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ വരും. കുറയും ചെയ്യും. ഞാൻ പറഞ്ഞ 5 കിലോ ആണ്. അപ്പൊ പല ആൾക്കാരിലും ചിലപ്പോൾ 5 കിലോ കുറഞ്ഞെന്ന് വരില്ല, കാരണം അത്രയും കട്ടി
ചില ശരീരങ്ങൾക്ക് പ്രത്യേകത കൊണ്ട് ഇവർക്ക് ചിലപ്പോൾ 5 ചിലപ്പോൾ ആ ഒരു മാസം കൊണ്ട് കുറഞ്ഞു വന്നേ വരില്ല. പക്ഷെ എന്നാൽ കൂടി അതിൽ കുറവെങ്കിലും നല്ല രീതിയിൽ കുറഞ്ഞ് അവർക്ക് തന്നെ കോൺഫിഡൻസ് വരും. അപ്പൊ ഇത് ഞാനൊരു 3 മാസം ചെയ്യുകയാണെങ്കിൽ എന്റെ അത്യാവശ്യമൊക്കെ കുറയും എന്നുള്ള ഫീൽ അവർക്ക് മനസ്സിൽ വരും. അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്, ആയുർവേദത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് എന്റെ നമ്പറിൽ വിളിക്കാം. ഞാൻ 8 AM തൊട്ട് 8 PM വരെ അവൈലബിൾ ആണ്. എപ്പോ വിളിച്ചാലും നമുക്ക് വാട്സപ്പിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ ഒക്കെ കോട്ടക്കലാണ് നമ്മൾ മെഡിസിൻ എഴുതുന്നത്. അപ്പൊ അതിന് ഒരു ടെൻഷൻ ഇല്ല. നമുക്കറിയാം അതോറൈസ്ഡ് ആണ് കോട്ടക്കൽ എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരുപാട് വലിയ ചാർജ് ഒന്നും മേടിക്കുന്നില്ല, വളരെ തുച്ഛമായ ചാർജിലാണ് നമ്മൾ ആൾക്കാർക്ക് ഇത് ശരിയാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒട്ടും വൈകണ്ട, വിളിച്ചോളൂ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. നമ്മൾ അതിന് തിരിച്ചു വിളിച്ച് നമ്മൾ അതിന് ലഭ്യമായ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ, ബൈ. Stay happy and stay healthy.